ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ആഗസ്റ്റ് മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 24ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കമ്പൈൻ ലിസ്റ്റാണ്. അതിലൊന്നാമത്തത് ഒരു ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കൈലാസ കസീൻഡ്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ഐറ്റ്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷൻ മൂവിയാണ്. ബർത്ത് മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ തമിഴ് നേരത്തെ വന്നിരുന്നു. അടുത്തത് നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ടർബോ എന്ന് പറഞ്ഞ സിനിമയാണ്. സോണിലി വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. മൾട്ടി ലാംഗ്വേജിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. ഗോളം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. നടന്ന സംഭവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറോട് അതുപോലെ തന്നെ ബിജു മരേന്ദ്ര പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. മലയാളം മാക്സ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തമിഴ് എന്നുള്ള സിനിമയാണ്. ഇന്ത്യൻ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ കമലഹാസൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. തമിഴ് ഹൊറർ മൂവിയാണ്. 7G ദ ഡാർക്ക് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. സഞ്ജയ് ദത്ത് പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് മൂവിയാണ്. ഗുഡ്ചാടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഫിർ ആയി ഹസീൻ ദിൽറുബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞാൽ 2021 റിലീസ് ചെയ്ത സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ തപ്സി പനുക്കാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ലൈഫ് വിൽ ഗെയ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്, ഒരു ഹിന്ദി സീരീസാണ്. 11 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സിഗ്നൽ എന്ന് പറഞ്ഞൊരു കൊറിയൻ സീരീസിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് 11 എന്ന് പറഞ്ഞ സീരീസ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് സീഫയിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡോഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡോഗ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഹൊറർ റൊമാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലിസ ഫ്രാങ്കസ്റ്റീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മിഷൻ ക്രോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ൽ ആണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ദ അംബ്രല അക്കാദമി എന്ന് പറഞ്ഞ സീരീസിൻ്റെ 4ാമത്തെ സീരീസാണ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ്, റഷ്യൻ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഷേക്ക് ഡൗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സിനിമയാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹങ്കർ ഗെയിംസ് ദ ബല്ലാഡ് ഓഫ് സോങ് ബേർഡ്സ് ആൻഡ് സ്നേക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മറാത്തി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. വൺ ഫാസ്റ്റ് മൂവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ചന്തു ചാമ്പ്യൻ എന്നാണ് സിനിമയുടെ പേര്. റെന്റ് ഓപ്ഷനിലായിരുന്നു ഇതിന് മുമ്പ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമ നോർമൽ സബ്സ്ക്രൈബേഴ്സിനും കാണാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആണ്. നല്ലൊരു പ്രേക്ഷകപ്രതികരണം നേടിയ സിനിമയായിരുന്നു. എന്തായാലും കാണുന്നുണ്ട്, കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ചന്തു ചാമ്പ്യൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ദ ബർത്ത്ഡേ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ആഗസ്റ്റ് മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ റിലീസ് ചെയ്തായിട്ടുള്ളത്.
മൊത്തം 24ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നിങ്ങൾ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സിനിമകളുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.